ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേ നമ്മൾ വാഗമണ്ണിനടുത്തുള്ള വരാട്ടുമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏലപ്പാറയിൽ നിന്ന് വാഗമണ്ണിലേക്ക് പോകുന്ന റൂട്ടിൽ ബൊണാമി എന്ന ഒരു ചെറിയ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞു വേണം വരാട്ടുമേടിലേക്ക് പോകാൻ. ഏലപ്പാറ വാഗമൺ റൂട്ടിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബൊണാമി എത്തും. അവിടുന്ന് തിരിഞ്ഞ് 3 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമെത്തി. അപ്പോൾ വരാട്ടുമേടിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ വരാട്ടുമേടിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ എണ്ണപ്പന. സത്യത്തിൽ ഈ ഒരു കാഴ്ച വാഗമൺ ഏരിയയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എണ്ണപ്പന നിൽക്കുന്ന കാഴ്ച. അങ്ങനെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോൾ വണ്ടി ഒന്ന് ചവിട്ടി ഇവിടെ ഒന്ന് ഇറങ്ങി ചുമ്മാ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ വരാട്ടുമേടിലേക്ക് വരാനാണെങ്കിൽ ഈ ബൊണാമി ജംഗ്ഷൻ എന്ന കവല തെറ്റിപ്പോകരുത്. നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വാഗമൺ ടൗണിലെത്തും, പിന്നെ തിരിച്ചു വരേണ്ടി വരും. പണ്ട് ഫ്രഞ്ചുകാർ ഇവിടെ കയ്യേറിയ സമയത്ത് അവരിട്ട പേരാണ് ഈ ബൊണാമി എന്നത്. അങ്ങനെ അവിടെ കുറേ നേരം ചെലവഴിച്ചതിന് ശേഷം വണ്ടി നേരെ വരാട്ടുമേട് ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക്. വഴിയരികിൽ അതിവിശാലമായ തേയിലത്തോട്ടങ്ങൾ കാണാം. ഗൂഗിൾ മാപ്പ് ഇട്ട് നിങ്ങളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലും നല്ലത് ഇവിടെ വഴിയിൽ കാണുന്ന ആളുകളോട് വഴി ചോദിച്ചെത്തുന്നതാണ്. അങ്ങനെ കുറേ വളവും തിരിവും ഒക്കെ തിരിഞ്ഞ് നമ്മൾ വരാട്ടുമേടിൻ്റെ അടുത്തെത്താറായിട്ടുണ്ടെന്ന് കരുതി. പക്ഷേ ഇല്ല, ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. ആദ്യമേ പറയട്ടെ, 4x4 അല്ലാത്ത ഒരു വണ്ടിയും അങ്ങ് മുകളിൽ വരെ പോകില്ല. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ ഈ മൺ റോഡിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോകും, പിന്നെ ഇറങ്ങി നടക്കണം. ബൈക്കുകളൊക്കെ കയറി പോകും, പോയാലും മറിഞ്ഞു വീണൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടിയുമായി കുറച്ച് മുന്നിലേക്ക് വന്നു. ഇവിടെ മൺവഴിയൊക്കെ മാറിയിട്ട് ഇപ്പം മെറ്റലും ഉരുളൻകല്ലുകളും ഒക്കെ ആയിട്ട് ആകെ മൊത്തം കുളമായി കിടക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഇറങ്ങി നടന്നു പോകാമെന്ന് കരുതി. നല്ല മഴയും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വണ്ടിയുമായിട്ട് വരുമ്പോൾ ഇവിടെ വരെയോ അല്ലെങ്കിൽ ഇതിന് മുൻപായോ ഒക്കെ വണ്ടി ഒതുക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് ഇനി 1-2 കിലോമീറ്റർ മുകളിലേക്ക് നടന്നു വേണം കയറാൻ. നടക്കുന്നതിനിടയിൽ മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കുടയുമുണ്ട്, 4 പേരുമുണ്ട്. ആഹാ, അടിപൊളി. അങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മഴയൊന്ന് ശമിക്കാനായിട്ട് കാത്തുനിൽപ്പ് തുടങ്ങി. ഓഫ് റോഡ് വണ്ടികൾ ഓരോന്നായിട്ട് ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് ഈ കയറ്റം പുഷ്പം പോലെ കയറി പോകുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ കയ്യിലൊരു ഓഫ് റോഡർ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് വെറുതെ ആശിച്ചു പോയി. ആദ്യം ഒരു ഇൻവേർട്ടർ കയറിപ്പോയി, തൊട്ടു പിന്നാലെ വില്ലീസ് പോയി, അതിന് പിന്നാലെ ജീപ്പും കയറിപ്പോയി. അവൻ അവിടെ ചെറുതായിട്ടൊന്ന് പതുങ്ങിയിട്ട് പിന്നെ കുതിച്ച് കയറി അങ്ങ് പോയി. അപ്പോൾ അവിടുന്ന് മഴയും നനഞ്ഞ് നമ്മുടെ മഹീന്ദ്ര മേജർ ഇറങ്ങി വരുന്നു. അങ്ങനെ മഴയൊക്കെ ഒന്ന് ശമിച്ചു. ഒരു താറ് കയറി മുകളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കയറിപ്പോയ വണ്ടികളെയും ഇറങ്ങി വന്ന വണ്ടികളെയും ഒക്കെ ടാറ്റ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് പതുക്കെ നടന്ന് കയറാമെന്ന് കരുതി. ഇപ്പോൾ ചെറുക്കൻ വീട്ടുകാരുടെ ഓഫ് റോഡ് റൈഡിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പെൺവീട്ടുകാരുടെ ഓഫ് റോഡ് ഷോ. ഒരു കൂട്ടം ബൈക്കേഴ്സ് തിത്തിത്താര കളിച്ച് അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത് ആകെ ചെളിയും വെള്ളവും ഒക്കെ ആയിട്ട് തെന്നി കിടക്കുകയാണ്. ചെക്കൻ നേരെ കൊണ്ടുവന്ന് നെഞ്ചത്തോട്ട് കയറ്റുമോ എന്ന് കരുതി, പക്ഷേ ചവിട്ടി നിർത്തിയിട്ടുണ്ട്. പുറകെ ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഉണ്ട്. ചിലരൊക്കെ വീഴുന്നുണ്ട്, ചിലരൊക്കെ കൺട്രോൾ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മറിഞ്ഞു വീണതും കയറാൻ ബുദ്ധിമുട്ടിയതുമൊക്കെ ബുള്ളറ്റാണ് കേട്ടോ, ക്ലാസിക്. പരിചയക്കുറവ് കൊണ്ടായിരിക്കാം എഫ്സിയും പൾസറും ഒക്കെ അത്യാവശ്യം തരക്കേടില്ലാതെ കയറി അങ്ങ് പോയി. പിന്നെ എസ്പൾസിൻ്റെയും ഹിമാലയൻ്റെയും ഒക്കെ കാര്യം പറയണ്ടല്ലോ, അതൊക്കെ പുഷ്പം പോലെ കയറി പൊക്കോളും. പുല്ല് പോലെ പോകുന്നു. അതേത് വണ്ടിയാ? ആലപ്പുഴ വണ്ടിയാടാ, നമ്മുടെ പിള്ളേരെ കടലിൽ ഓടിച്ചു ഇതും കൂടെ ഉള്ളു. ദാണ്ടി മോനെ, 4 കുടുംബവും 4 ഭാര്യമാരോട് ജീവിക്കുന്ന ആൾക്കാർ. മറിക്കോ ആ കല്ലങ്ങ് മാറ്റി കൊടുക്കും. പതുക്കെ പോവും. പെതുക്കെ പോണ തെന്നി പതുക്കെ പോ. ആ വണ്ടി വരുന്നുണ്ടോ? പിന്നായവാ. അങ്ങനെ മഴയൊക്കെ മാറി നമ്മളും പതുക്കെ നടന്നു കയറാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഈ വഴിയുടെ അവസ്ഥ. നടന്നിട്ട് തന്നെ വീഴാൻ പോകുന്നു. അപ്പോഴാണ് ഇനി ബൈക്കിൽ വരുന്നവരുടെ അവസ്ഥ. വരാട്ടുമേട് എന്ന് പറയുന്ന മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റും. അതാണ് വരാട്ടുമേടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് കാണാനായിട്ടാണ് ഈ ആളുകളെല്ലാം പോകുന്നത്. പിന്നെ ഓഫ് റോഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ടും എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം 1 കിലോമീറ്റർ നടന്ന് നമ്മൾ പകുതി വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഒക്കെ താണ്ടി വേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. ഈ വഴി ഈ അടുത്തെങ്ങാണ്ട് കോൺക്രീറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു.
ഇത് അത്യാവശ്യം നല്ലൊരു പണി തന്നെയാണ് കേട്ടോ, ഈ കോൺക്രീറ്റ് റോഡ് കടന്നു പറ്റുക എന്നുള്ളത്. കാരണം കയറ്റം ഹെവിയാണ്. അങ്ങനെ നമ്മൾ വരാട്ടുമേടിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താറായിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് അണച്ചു പോകും, കാരണം അമ്മാതിരി കുത്തനെയുള്ള കയറ്റമാണ്. നല്ല അണപ്പുണ്ട്. ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. ഇനിയും കയറാനുണ്ട് കേട്ടോ, തീർന്നിട്ടില്ല. ഇനി ഇതേ ആ കാണുന്ന മുകളിലേക്ക് കയറാൻ കിടക്കുക. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പുറകിൽ വരുന്നതേ ഉള്ളൂ, ഓടി വരുന്നുണ്ട്. വണ്ടി കൊണ്ടൊക്കെ 4x4 അല്ലാത്തത് കൊണ്ടുവരുന്നവർക്കൊക്കെ വലിയ പാടായിരിക്കും. ബൈക്കുകാരൊക്കെ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. എസ് പൾസും എഫ്സിയും പൾസറൊക്കെ വന്നിരിപ്പുണ്ട്. പക്ഷെ അതുപോലെ പാടാണ് കൊണ്ടുവരാൻ. ഇനിയുണ്ടോ? അവിടാണോ വ്യൂ പോയിന്റ്? ഇനിയും പോകാനുണ്ടോ? അപ്പോൾ ഇനിയും പോകാനുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് വഴികൾ കണ്ടോ, മേളിൽ നിന്നൊരു താറിറങ്ങി വരുന്നുണ്ട്. അങ്ങനെ പച്ചപ്പിൻ്റെ പുതുപ്പണിഞ്ഞ കുന്നിൻ്റെ മുകളിലൂടെ കോടമഞ്ഞിൻ്റെ തൂവെള്ള നിറത്തിൽ മേലാപ്പ് തീർക്കുന്ന ആകാശത്തിന് ചുവട്ടിലൂടെ ഒരു സ്വപ്ന ലോകമായിട്ട് വരാട്ടുമേട് നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. കുത്തനെയുള്ള കയറ്റങ്ങളും ഇടത്തൂർന്ന മരങ്ങൾക്കിടയിലൂടെയുള്ള വളഞ്ഞു പുളഞ്ഞ വഴികളും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ പ്രകൃതിയോട് അടുക്കുന്ന പോലെ തോന്നും. പാറക്കെട്ടുകളിലൂടെയുള്ള യാത്ര ഒരു സാഹസിക കഥ പോലെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഉയരങ്ങളിലേക്ക് കയറും തോറും കാറ്റും മഞ്ഞും ഒക്കെ കൂടുതൽ തീവ്രമാകുന്നുണ്ട് കേട്ടോ. കോടമഞ്ഞിൽ ഒളിച്ചിരിക്കുന്ന മലനിരകൾ, മഞ്ഞിൻ കണികകൾ ഏറ്റുകിടക്കുന്ന പുൽനാമ്പുകൾ, വീശിയടിക്കുന്ന കാറ്റ്, അങ്ങകലെ കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ, അങ്ങനെ എല്ലാം കൊണ്ടും പ്രകൃതിയും രമണീയും ഒക്കെ ഒത്തുചേർന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടം. വിരൽത്തുമ്പിലെ കാഴ്ചകൾക്കുമപ്പുറം ഹൃദയത്തിൽ തൊടുന്നൊരു അനുഭവമാണ് ഈ വരാട്ടുമേടിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കാറ്റിൻ്റെ താളവും സംഗീതവും മഞ്ഞിൻ്റെ തലോടലും തഴുകലും ഒക്കെ ഏറ്റ് ഇങ്ങനെ അങ്ങ് നിൽക്കാം. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒച്ചപ്പാടുകളിൽ നിന്നുമൊക്കെ മാറി ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലതയിൽ ലയിച്ചു പോകുന്ന പോലെ തോന്നും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ വരാട്ടുമേടിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നടന്നാണ് ഏകദേശം 1-2 കിലോമീറ്ററോളം നടന്നാണ് കയറിയത്. വണ്ടി പകുതിക്ക് വരെ വന്നുള്ളൂ. ഞങ്ങൾ അവിടെ വണ്ടി ഒതുക്കിയിട്ട് നടന്ന് കയറി വരികയാണ്. ഇവിടെ വരാൻ നല്ല ബുദ്ധിമുട്ടാണ്, പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് നല്ല അടാർ വ്യൂ ആണ്. അബി, എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ? മീരാനെ? സൂപ്പറാണ്. നടന്ന് കയറി വരാൻ പറ്റുന്നവർ മാത്രം കയറി വരിക. നല്ല ക്ലൈമറ്റും നല്ല മിസ്റ്റുമാണ്. കയറി വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. നടന്ന് കയറി വരാൻ ഉറപ്പുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. 2 കിലോമീറ്റർ നടന്ന് കയറി വരുന്നത് വರ್ತല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ? സൂപ്പറാണ്. ഇതിന് മുന്നിൽ നമുക്കൊരു ഓപ്പോസിറ്റ് വെള്ളച്ചാട്ടമുണ്ട്. മൂടൽമഞ്ഞ് കിടക്കുകയായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. മൂടൽമഞ്ഞ് മാറിക്കഴിഞ്ഞിട്ട് മാറുവാണെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ ഒരു മിന്നായം പോലെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എപ്പോഴും കോടയാൽ മൂടിക്കിടക്കുന്ന ഇവിടെ കുറച്ചധിക നേരം ആ ഭംഗി ആസ്വദിക്കാൻ പറ്റിയാൽ അതൊരു ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. പ്രത്യേകിച്ചും മഴക്കാലത്ത്. എന്തോ ഞങ്ങളെ കണ്ടതിൻ്റെ നാണം കൊണ്ടാണോ എന്നറിയില്ല, വരാട്ടുമേട് മഞ്ഞിൻ്റെ കമ്പിളി പുതപ്പ് കൊണ്ട് തൻ്റെ ദേഹമാകെ മൂടി പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതൊന്ന് മാറ്റി ആ സൗന്ദര്യം ഒന്ന് കാണിച്ചു തരാൻ എന്തോ വിമുഖതയുള്ളതുപോലെ. എങ്കിലും ഒരു മിനായം പോലെ അങ്ങ് ദൂരെ പച്ച പട്ടുടയാട ചുറ്റി നിൽക്കുന്ന കുന്നിൻ ചെരുവിലൂടെ വെള്ളി നൂലിഴകൾ പോലെ ഒരു കാഴ്ച കാണാം. അതാണ് പാലൊഴുകും പാറ. പാറക്കെട്ടുകളിൽ തട്ടി ചിതറിത്തെറിക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ ഇവിടുത്തെ ഈ ശാന്തതയൊന്നും കീറി മുറിക്കാതെ ഒരു താരാട്ടുപാട്ട് പോലെ ഒഴുകിപ്പരക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നിന്നുള്ള പാലൊഴുകും പാറ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു രക്ഷയുമില്ലാത്ത ഉഗ്രൻ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് കിട്ടുന്നത്. 2 കിലോമീറ്റർ നടന്നാലെന്താ, 2 മണിക്കൂർ ഇവിടെ വന്നിരുന്നാൽ മാറാത്ത ക്ഷീണമുണ്ടോ? ഇവിടുന്ന് താഴേക്കുള്ള താഴ്വരകളുടെ വ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു രക്ഷയുമില്ലാത്ത പൊളി വ്യൂ ആണ് കേട്ടോ. മഞ്ഞും മഴയും വെള്ളച്ചാട്ടവും കുന്നും പാറയും എല്ലാം കൂടി ആകെ മൊത്തം ഒരു പൊളി ആംബിയൻസ് തന്നെയാണ് ഇവിടെ. ഇവിടെ രാത്രിയിൽ ടെൻ്റ് അടിച്ച് സ്റ്റേ അടിക്കുന്നവരും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
അപ്പം നിങ്ങൾക്ക് ഈ കുന്നിൻ്റെ മുകളിൽ രാത്രി സ്റ്റേ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടെൻ്റൊക്കെ ആയിട്ട് പോന്നേക്ക് എന്ന് ഞാനൊരിക്കലും പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു കിടിലം ഫീല് തന്നെയാണ് കേട്ടോ. വരാൻ പറ്റുന്നവരൊക്കെ വന്ന് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അവിടെ ആ കുന്നിൻ മുകളിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം പതുക്കെ ഇറങ്ങാൻ തുടങ്ങി. വണ്ടി കേറിയോ? കേറിയില്ലയോ? താക്കോലേതലുണ്ടോ? ഏ താക്കോലേതലുണ്ടോ? ആ പോവാ. സത്യത്തിൽ ഈ വരാട്ടുമേട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ ആസ്വദിച്ചറിയാനുള്ള ഒരവസരമാണ് ഇവിടം. ഓരോ സഞ്ചാരിക്കും ഇവിടെ പറയാൻ ഓരോ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഓരോ ഫ്രെയിമുകളും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയായിട്ട് മാറുമെന്നുള്ളത് തീർച്ചയാണ്. ഒരു വലിയ കുന്ന് കയറി ഇറങ്ങിയതിന് ശേഷം മനസ്സിൽ നിറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത വികാരമാണ്. ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും മനസ്സിൽ ഒരു വിജയത്തിൻ്റെ തിളക്കമുണ്ട്. മല കയറി ഇറങ്ങുമ്പോൾ ശ്വാസം കിട്ടാതെ കിതയ്ക്കുകയും കാലുകൾ കുഴയുകയും വഴി ഇനി എത്ര ദൂരമുണ്ടെന്നോർത്ത് ആശങ്കപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിലും ആ കൊടുമുടിയിലെത്തുമ്പോൾ ചുറ്റും കാണുന്ന കാഴ്ചകളും തഴുകിപ്പോകുന്ന കാറ്റും എല്ലാ വിഷമങ്ങളെയും ഇല്ലാതെയാക്കും കേട്ടോ. ഈ യാത്ര താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ പുതിയ കാഴ്ചകളുടെ കൊടുമുടികളുമായിട്ട് പുതിയ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.